ഹായ് കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ 2 പച്ചമാങ്ങ കൊണ്ട് കടുക് മാങ്ങ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഞാനിടുന്ന ഈ ഐറ്റത്തിനെ കടുക് മാങ്ങ എന്നാണ് പറയുന്നത്. വയനാടും അവിടെയൊക്കെ എന്താണ്, മലപ്പുറത്തും അവിടെ എന്താണ് പറയുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ഞാൻ കടുക് മാങ്ങയ്ക്കായിട്ട് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായത് 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്ത് ചതച്ചതാണ് ഇത്. കുറച്ച് കരിവേപ്പില, 2 വറ്റൽ മുളക് 3ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അല്പം ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി. ഇത് ഇത്രയുമാണ് നമ്മുടെ കടുക് മാങ്ങയ്ക്ക് ആവശ്യമായ ഐറ്റങ്ങൾ. ഇനി ഞാൻ ഈ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് മാങ്ങ അരിഞ്ഞെടുക്കേണ്ടത്. ഈ രീതിയിലാണ് മാങ്ങ അരിഞ്ഞിട്ട് ഇതിൽ തന്നെ ഈ എടുത്തു വെച്ചേക്കുന്ന 2 പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞ് ചേർക്കണം. എന്നിട്ട് ഈ ടീസ്പൂണിന് ഒരു 3.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്കിട്ട് ഇളക്കി നമ്മൾ ഒരു 4-5 മണിക്കൂർ മാറ്റി വെച്ചേക്കണം. അത് മാങ്ങയിൽ ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4-5 മണിക്കൂർ മാറ്റി വെച്ചേക്കണമെന്ന് പറയുന്നത്. അതങ്ങനെ മാറ്റി വെച്ച മാങ്ങയാണ്. ഇതിലിപ്പം ഈ മാങ്ങയിൽ ഉപ്പൊക്കെ നല്ല പാകത്തിന് പിടിച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഗ്യാസിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതായാലും മതി, കുറച്ച് മതി. ഒരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഇതിനധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല. ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി. ഇതാ വറ്റൽ നല്ല മൂത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ എടുത്തേക്കുന്ന കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് തിള വരുന്നുണ്ട്. ഇത് തിളയ്ക്കുന്ന സമയം തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും ഉലുവപ്പൊടിയും ചതച്ച കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഈ വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ കടുക് മാങ്ങയുടെ നിറം തന്നെ കറുത്ത് പോകും. കറുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നല്ല റെഡ് കളറിലാണ് കടുക് മാങ്ങ ഇരിക്കേണ്ടത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമായ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർക്കേണ്ടിയുള്ളൂ. അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കടുക് മാങ്ങയ്ക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കുന്ന മാങ്ങ കഷ്ണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ശകലം ഒന്ന് തണുക്കട്ടെ. നമ്മുടെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് പിടിച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ കടുക് മാങ്ങ. ഇത് ഇവിടെ കടുക് മാങ്ങ എന്ന് പറയുമ്പോൾ സദ്യയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കടുക് മാങ്ങ. ഈ കടുക് മാങ്ങ എടുത്ത് ഇതിപ്പോൾ കളറും എരിവും അല്പം കൂടുതലായിരിക്കുമല്ലോ. കളറും എരിവും കൂടുതൽ ആവശ്യമില്ലാത്തവർക്ക് ഇത് ബോട്ടിലിൽ അടച്ചു വെച്ചതിന് ശേഷം കുറേശ്ശെ ഒരു കുഞ്ഞു കട്ടോരിയിലോ ഏതിലെങ്കിലും എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ കട്ട തൈര് കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പുന്നത് നന്നായിരിക്കും. നല്ല ടേസ്റ്റാണ്. തൈരും കൂടെ ചേർത്ത് വിളമ്പുമ്പോഴും നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനലിലേക്ക് എല്ലാവരും
സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും നമുക്ക് അടുത്ത ഡിഷുമായിട്ട് കാണാവുന്നതാണ്.